വെൽക്കം ടു മന്ത്ര സാരി ഡ്രാഫ്റ്റിംഗ് സ്റ്റുഡിയോ. ഹൈറ്റ് കൂടി സ്ലിം ആയിട്ടുള്ളവർ എങ്ങനെയാണ് സാരി ഉടുക്കേണ്ടതെന്നും സാരി ഉടുക്കുമ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാരി ഡ്രാഫ്റ്റിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നർ വെയർ, അണ്ടർസ്കേർട്ട് എന്നിവ. ഹൈറ്റ് കൂടി സ്ലിം ആയിട്ടുള്ള ശരീരപ്രകൃതമുള്ളവർ തീർച്ചയായിട്ടും പാഡഡ് ബ്രായോ പാഡഡ് പാൻറ്റീസോ ഉപയോഗിക്കാം. അതുപോലെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് അണ്ടർസ്കേർട്ട്. അണ്ടർസ്കേർട്ടിൽ അംബ്രല്ല കട്ട് അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് മേടിക്കാം, മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനി അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡബിൾ സ്കേർട്ടിംഗ് ഉപയോഗിക്കാം. ഡബിൾ സ്കേർട്ടിംഗ് എന്ന് പറയുന്നത് 2 സ്കേർട്ട് ഒരുമിച്ച് യൂസ് ചെയ്യുന്ന രീതിയാണ്. ഇതിനു വേണ്ടി കട്ടിയുള്ള 2 സ്കേർട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ കട്ടിയുള്ള മെറ്റീരിയൽ എടുത്തിട്ട് നമ്മുടെ ഷേപ്പിനും ഹൈറ്റിനും അനുസരിച്ചിട്ടുള്ള സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെസ്റ്റ് സൈസ് കുറവുള്ളവർക്ക് പാഡഡ് ബ്ര യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ബ്ലൗസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഷോർട്ട് സ്ലീവ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 3/4 ഫുൾ സ്ലീവ് എന്നിവ ഒഴിവാക്കുക. നിങ്ങൾക്ക് 3/4 ഫുൾ സ്ലീവ് ടൈപ്പ് ബ്ലൗസുകൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബ്ലൗസിൽ ഓൾ ഓവർ വർക്ക് വരുന്നതോ സ്ലീവിൽ വർക്ക് വരുന്ന ടൈപ്പോ ഉപയോഗിക്കാം. പ്ലെയിൻ വിത്ത് ബോർഡർ സ്ലീവ് പ്ലെയിൻ വിത്ത് ബോർഡർ വരുന്ന ബ്ലൗസുകൾ ഒഴിവാക്കുക. ഫുള്ളി വർക്ക് വരുന്ന ടൈപ്പുകളോ ബീഡ്സ്, അതായത് ബീഡ്സ് വർക്ക്, ഫ്ലവറിൻ്റെ വർക്കുകൾ, മിറർ വർക്കുകൾ, സ്റ്റോൺ വർക്കുകൾ, ഹാൻഡ് വർക്കുകൾ, ഇതൊക്കെ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിൽ യൂസ് ചെയ്യാം. ഫുൾ സ്ലീവ് 3/4 സ്ലീവ് യൂസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. നോർമലി ഷോർട്ട് സ്ലീവാണ് ഇത്തരം ശരീരപ്രകൃതിക്കാർക്ക് ഏറ്റവും നല്ലത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള സ്ലീവുകൾ, ഈ ടൈപ്പ് സ്ലീവുകൾ, ഇതെല്ലാം ഇത്തരം ശരീരപ്രകൃതിക്കാർക്ക് യൂസ് ചെയ്യാം. നെക്ക് വന്നിട്ട് എപ്പോഴും ക്ലോസ് നെക്ക് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉദാഹരണമായിട്ട് ഹൈ നെക്ക്, ബോട്ട് നെക്ക്, കോളർ നെക്ക് എന്നിവ യൂസ് ചെയ്യുക മാക്സിമം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഹൈ നെക്ക് ബ്ലൗസുകളോ ഇതുപോലത്തെ ബോട്ട് നെക്ക് ബ്ലൗസുകൾ, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇറക്കി വെട്ടിയുള്ള കഴുത്തുകൾ മാക്സിമം ഒഴിവാക്കുക. മാക്സിമം ക്ലോസ് നെക്ക് ബ്ലൗസുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബ്ലൗസിൽ വലിയ വലിയ പ്രിന്റുകൾ, ഓൾ ഓവർ വർക്ക് വരുന്ന ടൈപ്പ് ഡിസൈനർ ടൈപ്പ് ബ്ലൗസുകൾ, ഇതെല്ലാം നമുക്ക് ഇത്തരം ശരീരപ്രകൃതിക്കാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അക്സസറീസ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റഡിൽ വലിയ വീതിയിലുള്ള കമ്മലുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹാങ്ങിങ് ടൈപ്പ് യൂസ് ചെയ്യാതിരിക്കുക, മാക്സിമം അത് യൂസ് ചെയ്യാതിരിക്കുക. ചോക്കർ ടൈപ്പ് നെക്ലസ്, വലിയ വൈഡ് ആയിട്ടുള്ള നെക്ലസുകൾ, കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിലുള്ള വൈഡ് ആയിട്ടുള്ള നെക്ലസുകൾ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലോങ് ടൈപ്പ് മാലകളോ കമ്മലുകളോ യൂസ് ചെയ്യരുത്. അതുപോലെ ചപ്പൽ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്ലാറ്റ് മോഡൽ ചപ്പലുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്തരക്കാർക്ക് വലിയ ബാഗുകളായിരിക്കും കൂടുതൽ ചേരുക. അപ്പോൾ ബാഗുകളും ചപ്പലും അക്സസറീസും സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നർ വെയർസ്, സ്കേർട്ട്, അക്സസറീസ്, ചപ്പൽ, ബാഗ്, ബ്ലൗസ്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെലിഞ്ഞ് പൊക്കമുള്ള ശരീരപ്രകൃതിക്കാർ മെയിനായിട്ടും സാരിയുടെ ഫാബ്രിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ സ്റ്റിഫായിട്ടുള്ള ഫാബ്രിക്സ് തിരഞ്ഞെടുക്കാൻ നോക്കുക. അതായത് കോട്ടൺ, ലിനൻ, ഓർഗൻസ, അതുപോലെ തന്നെ സിൽക്ക് കോട്ടൺ, സിൽക്ക് സാരീസ് എന്നിവ ഇവർക്ക് നന്നായിട്ട് ഇണങ്ങും. മൾട്ടി കളർ വരുന്ന സാരികൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡബിൾ ഷെയ്ഡ് വരുന്ന സാരികൾ, ഹാഫ് ആൻഡ് ഹാഫ് സാരികൾ, കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന സാരികൾ, ഇതെല്ലാം ഇവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലെയിൻ സാരികൾ, അതുപോലെ തന്നെ ഒരേ കളറിലുള്ള സാരിയും ബ്ലൗസും, ഇതൊന്നും ഇവർ യൂസ് ചെയ്യാൻ ശ്രമിക്കരുത്. വലിയ പ്രിന്റ് യൂസ് ചെയ്യുക, തീരെ ചെറിയ പ്രിന്റുകൾ ഉപയോഗിക്കരുത്. വലിയ വലിയ പ്രിന്റുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഡിസൈനർ ടൈപ്പ് സാരീസ്, സ്റ്റോൺ വർക്ക് വരുന്ന സാരീസ്, ഇതുപോലെയുള്ള ഈ ടൈപ്പ് സാരികളെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സാരിയിൽ ഹൊറിസോണ്ടൽ ഡിസൈൻ വരുന്ന സാരികൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടൽ ഡിസൈൻ, ഇതുപോലെ വരകൾ വരുന്ന സാരികൾ മാക്സിമം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വെർട്ടിക്കൽ ടൈപ്പായിട്ടുള്ള, അതായത് വെർട്ടിക്കലായിട്ട് വരകൾ വരുന്ന ടൈപ്പ് സാരികളോ ബ്ലൗസും യൂസ് ചെയ്യരുത്. ഹൊറിസോണ്ടൽ ലൈൻ വരുന്ന ബ്ലൗസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെർട്ടിക്കൽ ലൈൻസ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വൈഡ് ബോർഡർ, അതായത് വീതിയുള്ള ബോർഡർ വരുന്ന സാരികൾ മാക്സിമം യൂസ് ചെയ്യുക. എത്രത്തോളം ബോർഡറിൻ്റെ വീതി കൂടുന്നോ അത്രത്തോളം നമുക്ക് ഹൈറ്റ് കുറഞ്ഞു തോന്നിക്കും. അപ്പോൾ ബോർഡറിൽ വീതിയുള്ള ബോർഡർ സാരികൾ നോക്കി മാക്സിമം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കറുത്ത കളറിലുള്ള സാരികൾ യൂസ് ചെയ്യുമ്പോൾ സ്ലിം ആയിട്ട് തോന്നിക്കും. പക്ഷേ കറുത്ത കളർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കറുത്ത കളറിലുള്ള സാരിയിൽ തന്നെ വലിയ ബോർഡർ പ്രിന്റുകൾ വരുന്ന ടൈപ്പ് സാരികൾ ഉപയോഗിക്കാം. ഇതുപോലെ ബ്ലാക്കിൽ ഇതുപോലെ പ്രിന്റും ഡിസൈൻസും വൈറ്റ് ബോർഡറും ഒക്കെ വരുന്ന സാരികൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ ടൈപ്പ് ബോർഡർ
ഇതൊക്കെ വീതിയുള്ള ബോർഡറുകളാണ്. മാക്സിമം വീതിയുള്ള ബോർഡറിൽ സാരികൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഫാബ്രിക്സ് യൂസ് ചെയ്യുക. ഇതുപോലെ ഒത്തിരി പ്രിന്റ്, ബോർഡർ, അതുപോലെ തന്നെ ഈ സ്റ്റഫ് കുറച്ച് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റഫാണ്. ഈ ടൈപ്പ് സാരികൾ മാക്സിമം യൂസ് ചെയ്യുക. ഇതുപോലത്തെ സാരികളും അവർക്ക് ചേരും. ഈ ടൈപ്പ് സാരികൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാരി ഉടുക്കുന്ന സമയത്ത് സാരിയുടെ പല്ലു, അതായത് പുറകിലെ മുന്താണിയുടെ ഇറക്കം മാക്സിമം കുറച്ച് ഉടുക്കാൻ നോക്കുക. സാരിയുടെ മുന്താണിയുടെ ഇറക്കം കൂട്ടിയാൽ ഹൈറ്റ് തോന്നിക്കും. സാരിയുടെ മുന്താണിയുടെ ഇറക്കം കുറച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സാരി ഉടുക്കുന്ന സമയത്ത് സാരിയുടെ പ്ലീറ്റ് നന്നായിട്ട് അയൺ ചെയ്ത് ചെറിയ ചെറിയ പ്ലീറ്റുകളെടുത്ത് ഒതുക്കി ഉടുക്കാൻ ശ്രദ്ധിക്കുക. അത് 1 ലെയർ ബെസ്റ്റ് ആയിരിക്കും. 1 ലെയറിൽ യൂസ് ചെയ്യുന്നതും ഇത്തരക്കാർക്ക് ഹൈറ്റ് കുറഞ്ഞ് വണ്ണം തോന്നിക്കുകയും ചെയ്യും. ഹൈറ്റ് കൂടി മെലിഞ്ഞവർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിലായി ഇടുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.